ഹലോ, നമ്മൾ ഇന്ന് നിങ്ങളുടെ പഠന സഹായികളെ അടിസ്ഥാനമാക്കി ഒരു വിശദമായ ചർച്ച നടത്തുകയാണ്. ബഹുഭാഷാത്വവും ബോധനവും, അതായത് മൾട്ടിലിംഗ്വലിസവും കൊഗ്നിഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരാൾ എങ്ങനെയാണ് ഒരു രണ്ടാം ഭാഷ പഠിച്ചെടുക്കുന്നത്, പിന്നെ ഒന്നിലധികം ഭാഷകൾ നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെപ്പറ്റിയുമാണ്. ഈ സിംഗിൾ സിസ്റ്റം ഡ്യുവൽ സിസ്റ്റം ഹൈപ്പോത്തസിസ് അല്ലേ? അതെ, അതുതന്നെ. ഒരു MA സൈക്കോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഓക്കെ, നിങ്ങളുടെ ഇഗ്നോ മെറ്റീരിയലിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആണ് നമ്മുടെ ഈ സംസാരത്തിന് ആധാരം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒന്നിലധികം ഭാഷ അറിയുന്ന ഒരാൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഭാഷ പഠിക്കുന്നതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നല്ല ചോദ്യം ആണുടെ. അതുണ്ടല്ലോ, പ്രായം ഒരു പ്രധാന ഘടകമാണ്, പ്രത്യേകിച്ചും ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ. പ്രൊനൗൺസിയേഷൻ. അതെ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഭാഷയുടെ ശബ്ദങ്ങൾ ഒരു നേറ്റീവ് ഉച്ചാരണം കിട്ടുന്നത്ര എളുപ്പമല്ല മുതിർന്നു കഴിഞ്ഞിട്ടത് നേടാൻ. ശരിയാണ്. പക്ഷേ വാക്കുകൾ പഠിക്കാൻ, അതായത് വൊക്കാബുലറി, പിന്നെ ഒഴുക്കോടെ സംസാരിക്കാൻ, ഫ്ലുവൻസി, ഇതിനൊന്നും പ്രായം ഒരു വലിയ തടസ്സമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ. ഈ ക്രിട്ടിക്കൽ പീരീഡ് എന്നൊരു ആശയം പറയാറുണ്ടല്ലേ? പക്ഷെ അതിന്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ ഉച്ചാരണത്തിന്റെ കാര്യത്തിലൊഴികെ മറ്റു ഭാഷാപരമായ കഴിവുകളിൽ അത്ര വലുതായി കാണുന്നില്ല പുതിയ പഠനങ്ങളിൽ. അപ്പോ ഗ്രാമറും വാക്കുകളുമൊക്കെ മുതിർന്നാലും പഠിക്കാം, പക്ഷെ ആ ഒരു തനിമയുള്ള ഉച്ചാരണം അത് കിട്ടാൻ പാടാണല്ലേ? ഒരു പരിധിവരെ അതെ. അതോടൊപ്പം തന്നെ നമ്മൾ എന്തിനാണ് ഈ ഭാഷ പഠിക്കുന്നത് എന്ന ലക്ഷ്യവും വളരെ പ്രധാനമാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഇപ്പോ കൂട്ടുകാരോട് വെറുതെ സംസാരിക്കാൻ പഠിക്കുന്നത് പോലെയല്ല ഒരു അക്കാഡമിക് പേപ്പർ എഴുതാനോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനോ പഠിക്കുന്നത്. ശരിയാണ്, ആവശ്യങ്ങൾ മാറും, പഠന രീതികളും അതിനനുസരിച്ച് മാറും. ഈ വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ഈ പല ഭാഷകൾ തലച്ചോറിൽ എവിടെയാണ് ഇതിന്റെയൊക്കെ സ്ഥാനം? എല്ലാം ഒരേ സ്ഥലത്താണോ അതോ വേറെ വേറെയാണോ? അതാണ് അടുത്ത പ്രധാന വിഷയം. അതിനെപ്പറ്റി പ്രധാനമായിട്ട് 2 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് ഏക സിസ്റ്റം സിദ്ധാന്തം, സിംഗിൾ സിസ്റ്റം ഹൈപ്പോത്തസിസ്. സിംഗിൾ സിസ്റ്റം, അതായത് നിങ്ങൾ എത്ര ഭാഷ സംസാരിച്ചാലും അതെല്ലാം തലച്ചോറിലെ ഒരൊറ്റ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഒരു കോമൺ സിസ്റ്റം. എല്ലാത്തിനും കൂടി ഒരു സെന്റർ. ഏകദേശം അങ്ങനെ കരുതാം. ഇനി രണ്ടാമത്തത് ദ്വിസിസ്റ്റം സിദ്ധാന്തം, ഡ്യുവൽ സിസ്റ്റം ഹൈപ്പോത്തസിസ്. ഡ്യുവൽ സിസ്റ്റം ഇതനുസരിച്ച് ഓരോ ഭാഷയ്ക്കും തലച്ചോറിൽ അതിൻ്റെതായ പ്രത്യേക സിസ്റ്റങ്ങളോ ഭാഗങ്ങളോ ഉണ്ട്. അപ്പോൾ മലയാളത്തിനൊന്ന്, ഇംഗ്ലീഷിന് വേറൊന്ന്, അങ്ങനെ? അതെ, അങ്ങനെയാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇതെങ്ങനെയാണ് ഗവേഷകർ ടെസ്റ്റ് ചെയ്തത്? ഏതിനാണ് കൂടുതൽ തെളിവ്? അതിനൊരു വഴി തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം പറ്റിയ, അതായത് ബ്രെയിൻ ഡാമേജ് സംഭവിച്ച ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ പഠിക്കുക എന്നതായിരുന്നു. ഓക്കെ. ഇപ്പോ ഡ്യുവൽ സിസ്റ്റമാണ് ശരിയെങ്കിൽ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ക്ഷതം പറ്റിയാൽ അത് ഒരു ഭാഷയെ മാത്രം ബാധിക്കണം, അല്ലേ? ശരിയാണ്, മറ്റേ ഭാഷയ്ക്ക് കുഴപ്പമുണ്ടാവരുത്. അതെ. പക്ഷേ സിംഗിൾ സിസ്റ്റമാണ് ശരിയെങ്കിൽ ഒരു ക്ഷതം പറ്റിയാൽ അത് എല്ലാ ഭാഷയെയും ഒരുപോലെ ബാധിക്കണം. ലോജിക്കലായി തോന്നുന്നു. അപ്പോ പഠനഫലങ്ങൾ എന്തു പറഞ്ഞു? ഏത് സിദ്ധാന്തം ശരിവെച്ചു? അവിടെയാണൊരു ട്വിസ്റ്റ്. കാരണം കിട്ടിയ റിസൾട്ടുകൾ അത്ര സ്ഥിരതയുള്ളതായിരുന്നില്ല, ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെയോ? അതെ. ചില കേസുകളിൽ ഒരു ഭാഷയ്ക്ക് മാത്രമായി പ്രശ്നം കണ്ടു. അത് ഡ്യുവൽ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ മറ്റു ചിലരിൽ എല്ലാ ഭാഷകളെയും ഒരുപോലെ ബാധിച്ചു. അത് സിംഗിൾ സിസ്റ്റത്തെയും. ഓഹോ. ചിലപ്പോൾ ആദ്യം പഠിച്ച ഭാഷ L1 ആണ് റിക്കവറായത്, ചിലപ്പോൾ രണ്ടാമത് പഠിച്ച ഭാഷ L2, ചിലപ്പോൾ രണ്ടും ഒരുപോലെ പ്രശ്നത്തിലായി. അപ്പോ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. അല്ല, ഇത് സൂചിപ്പിക്കുന്നത് ഈ 2 സിദ്ധാന്തങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ലളിതവൽക്കരിക്കുന്നുണ്ടാവാം എന്നാണ്. ശരി. ഒരുപക്ഷെ എപ്പോഴാണ് ഭാഷ പഠിച്ചത്, അതായത് ഏർലി ബൈലിംഗ്വലാണോ ലേറ്റ് ബൈലിംഗ്വലാണോ, ഭാഷകൾ തമ്മിൽ എത്ര സാമ്യമുണ്ട്, എത്രത്തോളം ആ ഭാഷകൾ ഉപയോഗിക്കുന്നു, ഇങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടാവാം. മനസ്സിലായി. അപ്പോ തലച്ചോറിലെ ഈ ഭാഷാ പ്രതിനിധാനം നമ്മൾ വിചാരിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ സങ്കീർണതകൾക്കിടയിലും ഒന്നിലധികം ഭാഷകൾ അറിയുന്നതുകൊണ്ട് എന്തെങ്കിലും കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ്, ബോധനപരമായ ഗുണങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും.
പല പഠനങ്ങളും ഇപ്പോൾ ബെല്ലിസ്റ്റോക്കിന്റെയൊക്കെ പഠനങ്ങൾ കാണിക്കുന്നത് ആ ബഹുഭാഷികൾക്ക് ചില കാര്യങ്ങളിൽ മുൻതൂക്കമുണ്ടെന്നാണ്. ഉദാഹരണത്തിന് ശ്രദ്ധ നിയന്ത്രിക്കാനുള്ള കഴിവ്, അറ്റൻഷൻ കൺട്രോൾ. ഓക്കെ. അതുപോലെ അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള കഴിവ്, പിന്നെ പ്രശ്നപരിഹാരശേഷി, പ്രോബ്ലം സോൾവിംഗ്, ചിന്തയിലെ വഴക്കം, അതായത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, ഇതിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നിലധികം ഭാഷ മാനേജ് ചെയ്യുന്നത് തലച്ചോറിനൊരു എക്സസൈസ് പോലെയാണല്ലേ? അതെ, ഒരു തരത്തിൽ അങ്ങനെ പറയാം. നിരന്തരം 2 സിസ്റ്റങ്ങൾക്കിടയിൽ സ്വിച്ച് ചെയ്യുന്നതിന്റെ ഒരു ഗുണം. കൊള്ളാം. അപ്പോ നമ്മൾ ഇനി സംസാരിച്ചതിൽ നിന്ന് രണ്ടാം ഭാഷ പഠിക്കുന്നത് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു. പ്രായം, ലക്ഷ്യം ഇതൊക്കെ പ്രധാനമാണ്. പിന്നെ തലച്ചോറിൽ ഭാഷകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആ സിംഗിൾ ഡുവൽ സിസ്റ്റം സിദ്ധാന്തങ്ങൾ, അവയെ ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നൽകിയ ആ ഒരു സങ്കീർണമായ ചിത്രം, അതും നമ്മൾ ചർച്ച ചെയ്തു. അതെ, ബ്രെയിൻ ഡാമേജ് സ്റ്റഡീസ് വ്യക്തമായ ഉത്തരം തരുന്നില്ല എന്നത് തന്നെ ഈ ഭാഷയും തലച്ചോറും തമ്മിലുള്ള ബന്ധം ഇനിയും എത്രത്തോളം പഠിക്കാനുണ്ട് എന്നതിന്റെ സൂചനയാണ്. തീർച്ചയായും. നിങ്ങൾ ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചർച്ച കേട്ടപ്പോൾ ഒരു ഭാഷയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ചിന്തയിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിലോ എന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭാഷാ കഴിവുകൾ തലച്ചോറിൽ എങ്ങനെയായിരിക്കും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. രസകരമായിരിക്കും. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.